9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ, അതായത് ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററാണ് ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടിയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഒരു വ്യക്തിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പത്രവാർത്തയാണ്. ഫസ്റ്റ് വോട്ടർ നെഗി ടു ബൂത്ത് അഗെയിൻ ടുഡേ, അല്ലേ? ഫസ്റ്റ് വോട്ടർ നെഗി ടു ബൂത്ത് അഗെയിൻ ടുഡേ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? നെഗി. അദ്ദേഹം വീണ്ടും ബൂത്തിലേക്ക് എന്നുള്ളൊരു വാർത്ത ഇവിടെ കൊടുത്തത് ഇത് ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയ സമയത്തുള്ള ഒരു വാർത്തയാണ്. 2014 ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഇപ്പൊ 2020 നമുക്കറിയാം. അപ്പൊ ആരാണ് ഇത്? നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു പോയിന്റാ. എങ്ങനെ? നമ്മൾ പൊതുപരീക്ഷകളോ അല്ലെങ്കിൽ ക്വിസ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. കാരണം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. The vote he cast on 25th October 1951 is the first vote in independent India. സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അത് 1951-52 പീരീഡിലാണ്. ഓക്കെ, 1952ലാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി, ആ ഇലക്ഷനിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് ആരാണ്? ഇത് പിന്നെ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നെഗി. ഓക്കെ, നെഗി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിലാണ്. അപ്പോ ആ ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തത്. വീണ്ടും 2014 ലോക്സഭാ ഇലക്ഷന് അദ്ദേഹം വീണ്ടും വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ള ഒരു വാർത്ത. ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ്. 97 years ഓൾഡ് ആയിരുന്നു ആ സമയത്ത്, 2014. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു വാർത്ത അവിടെ നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു 1952ലാണ് ഇലക്ഷൻ, പക്ഷെ ഇദ്ദേഹത്തിന്റെ വോട്ട് 1951ലാണെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും. 52ലെ ഇലക്ഷൻ എങ്ങനെ 51ൽ ഇദ്ദേഹം വോട്ട് ചെയ്യുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതിനുള്ള ആൻസർ ഈ ഒരു പിന്നെ പാസേജ് മുഴുവനായിട്ട് വായിച്ചാൽ നമുക്ക് കിട്ടും. അതായത് ഫസ്റ്റ് ഇലക്ഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ 1952. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952ലാണ്. However, in Kinnar, a place 2,759 meter above sea level and where snow falls continuously, the government decided to hold election 6 months earlier. അതായത് ഇദ്ദേഹത്തിന്റെ കിന്നാർ എന്ന് പറയുന്ന പ്രദേശമാണ്, ഹിമാചൽ പ്രദേശിലെ കിന്നാർ എന്ന് പറയുന്ന പ്രദേശത്തില് പിന്നെ ഈ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ധാരാളമായിട്ടുണ്ടാവുന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ 1952ലെ സാധാരണ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ഇലക്ഷന്റെ സമയത്ത് ഇവിടെ എന്തായിരിക്കും? ശക്തമായിട്ടുള്ള ശൈത്യമായിരിക്കും, മഞ്ഞുവീഴ്ചയായിരിക്കും. അവിടെ ഒരു 6 മാസം മുമ്പ്, ഈ കാരണം കൊണ്ട് ഒരു 6 മാസം മുമ്പ് അവിടെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു ആ പ്രദേശത്ത്, ആ മേഖലയിൽ. അങ്ങനെയാണ് 1951 ഒക്ടോബറിൽ അവിടെ ഇലക്ഷൻ നടത്തുന്നത്. ആ ഇലക്ഷനിൽ ഏറ്റവും ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? ഈ നെഗി എന്ന് പറയുന്ന ശ്യാം ശരൺ നെഗി. ഓക്കെ, ശ്യാം ശരൺ നെഗി എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശുകാരൻ. ഓക്കെ, അപ്പൊ ആ ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജും ഉണ്ട്, യുവജനങ്ങളോട് അദ്ദേഹം പറയുന്ന ഒരു മെസ്സേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡോണ്ട് അബ്സ്റ്റെയിൻ ഫ്രം കാസ്റ്റിംഗ് യുവർ വോട്ട്, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി ടുവേർഡ്സ് ദി നേഷൻ. അതായത് ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് നമ്മുടെ രാജ്യത്തോട് നിർവഹിക്കാനുള്ള കർത്തവ്യമാണെന്ത്? ഈ വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യരുത്? വോട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യണം, അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വാർത്ത നമ്മളിവിടെ നോക്കി. The above given news report contains the message of Free India's first voter Shyam Sharan Negi to the voters of India. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് നമ്മൾ വായിച്ചു. ദി ഇമ്പോർട്ടൻസ് ഓഫ് വോട്ടിംഗ് ഈസ് ക്ലിയർ ഫ്രം നെഗീസ് വേർഡ്സ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ ഒരു വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാണ്. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യം തന്നെ അത് കറക്റ്റ് ആണ്, അല്ലെ? നമ്മുടെ ഡ്യൂട്ടിയാണ് ടുവേർഡ്സ് അവർ നേഷൻ, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇലക്ഷൻ. അപ്പൊ ആ ഇലക്ഷൻ സജീവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. അപ്പൊ വോട്ട് ചെയ്തെങ്കിലേ ഇലക്ഷൻ ഉള്ളൂ, ഇലക്ഷൻ ഉണ്ടെങ്കിലേ ഡെമോക്രാറ്റിക് സിസ്റ്റം ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
Okay, in democratic nations, elections are held at regular intervals. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ എന്ത് നടക്കുന്നുണ്ട്? തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ കാലഘട്ടം കൂടിയാണ്. Election is the method by which the representatives of the people are elected in a democratic system. Election is a method by which the representatives of the people are elected in a democratic system. ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു രീതിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. വിതൗട്ട് ഇലക്ഷൻ ഡെമോക്രാറ്റിക് സിസ്റ്റം വിൽ നോട്ട് എക്സിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ ഇല്ലാതെ എന്തില്ല? ഇലക്ഷൻ ഇല്ലാതെ ജനാധിപത്യമില്ല. അപ്പൊ ജനാധിപത്യ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മീൻസ് വോട്ട് ചെയ്യാനുള്ള പ്രായം നമുക്കായി, അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്ത് നമുക്ക് വോട്ടർ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വോട്ട് ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എക്സാമിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം അതാണ് ഈ ചാപ്റ്ററിൽ, ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, ഇലക്ഷന്റെ പ്രാധാന്യം എന്താണ്? താഴെ മറ്റൊരു ചോദ്യം കാണാം. ഇലക്ഷൻസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഇൻ എ ഡെമോക്രസി സബ്സ്റ്റാൻഷിയേറ്റ്. ഓക്കെ, തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് വ്യക്തമാക്കുക. രണ്ടിന്റെയും ഉത്തരം, നമ്മൾ മുകളിൽ പറഞ്ഞ ചോദ്യത്തിന്റെയും ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം, ആ ചോദ്യത്തിന്റെയും ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ചോദ്യത്തിന്റെയും ഉത്തരം, രണ്ടിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ആ ഉത്തരങ്ങളാണ് ഇവിടെ 4 പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇലക്ഷൻസ് റിഫ്ലക്ട് ദി ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. തെരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ താല്പര്യം, ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങളുടെ ആഗ്രഹം എന്താണോ, അവരെന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്, അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ എവിടെ കാണുന്നത്? ഇലക്ഷൻ റിസൾട്ടിൽ കാണുന്നത്. അപ്പൊ നിലവിലുള്ള ഒരു ഭരണകൂടം വളരെ മോശമായിട്ടുള്ള ഭരണമാണ് നിർവഹിക്കുന്നത് എങ്കിൽ, എപ്പോഴും അഴിമതിയും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ, ഇനി വരുന്ന ഇലക്ഷനിൽ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നിലവിലുള്ള ഭരണകൂടം പരാജയമാണെങ്കിൽ ഒരു പുതിയ ഭരണകൂടത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. സോ ഇലക്ഷൻസ് റിഫ്ലക്ട് ദി ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. ആൻഡ് പീപ്പിൾ ക്യാൻ സെലക്ട് ദി റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ് ത്രൂ ഇലക്ഷൻസ്. അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ അല്ലെ ഇലക്ഷനിലൂടെ അവർക്ക് സാധിക്കുന്നു. പീപ്പിൾ ക്യാൻ സെലക്ട് ദി റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ് ത്രൂ ഇലക്ഷൻസ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ആരാണോ, അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരികളായി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇലക്ഷനിലൂടെ ജനങ്ങൾക്ക് കിട്ടുകയാണ്. പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. അതായത് ജനങ്ങൾക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പങ്കെടുക്കാനും പ്രതികരിക്കാനും ഒക്കെ സാധിക്കുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്കാണ് അധികാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അധികാരം എപ്പോഴാണ് കിട്ടുന്നത്? പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇലക്ഷന്റെ കാര്യത്തിൽ മാത്രമാണ്. നമ്മുടെ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. അതായത് വോട്ട് ചെയ്യുക എന്നുള്ളത്. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഓക്കെ, പിന്നീട് അത്രത്തോളം വലിയൊരു അധികാരം നമുക്ക് കിട്ടുന്നില്ല. വീണ്ടും 5 വർഷം കഴിയണം അടുത്ത ഇലക്ഷൻ വരാൻ, മറ്റൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ, മറ്റൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത 5 വർഷം കാത്തിരിക്കണം. അപ്പോൾ പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. ഈ ഇലക്ഷനിലൂടെ, ഓക്കെ, തെരഞ്ഞെടുപ്പിലൂടെ, വോട്ട് ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനും പ്രതികരിക്കാനും ഒക്കെ ജനങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നത് ഈ ഇലക്ഷനിലൂടെയാണ്. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്, ഇലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ for the rulers to act according to the aspirations of people. നല്ലൊരു പോയിന്റാ. Election is a good reason for the rulers to act according to the aspirations of the people. അതായത് ഭരണാധികാരികൾ ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പുകൾ കാരണമാവുന്നുണ്ട്. അതായത് നിലവിലുള്ള ഭരണാധികാരികൾ ജനങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ എന്ത് കാരണമാവുന്നുണ്ട്?
ഇലക്ഷൻസ് കാരണമാവുന്നുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ വരാനുണ്ട്, ജനങ്ങൾ വീണ്ടും തങ്ങളെ തെരഞ്ഞെടുക്കണം എന്ന് ഈ റൂളേഴ്സിന് തോന്നുന്നത് കൊണ്ടാണ് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, അത്യാവശ്യം മോശമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പല സേവനങ്ങളൊക്കെ നടത്തി തരുന്നത്. സമൂഹത്തിൽ പല നല്ല കാര്യങ്ങളും അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഇലക്ഷൻ വരാനുണ്ട്, അപ്പൊ ജനങ്ങൾ വീണ്ടും ഇവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് വേണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധ്യം ജനപ്രതിനിധികൾക്കുണ്ടാവും ഇലക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഇലക്ഷൻ ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. ഒരൊറ്റ തവണ മാത്രമാണ് ഇലക്ഷൻ, അതോടുകൂടി കാലാകാലം അവർ തന്നെയാണ് ഭരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന റൂളേഴ്സിനെ, റെപ്രസെന്റേറ്റീവ്സിനെ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല. ഓക്കെ, അപ്പൊ ഇലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ ഫോർ ദി റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദി ആസ്പിറേഷൻസ് ഓഫ് പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണെന്ത്, ഇലക്ഷൻ. കാരണം ഇനിയും ഇലക്ഷൻ വരാനുണ്ടെന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ഷൻ, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇലക്ഷനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. You have understood the importance of election in democracy. Majority of nations in the world have adopted democratic form of government. ലോകത്തുള്ള ഒരുവിധം എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഉള്ളത് എന്താണ്, ഡെമോക്രസിയാണ്, ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലുള്ളത്. ഭൂരിഭാഗം രാജ്യങ്ങളുമാണ്, എല്ലാ രാജ്യങ്ങളുമല്ല. ഓക്കെ, അപ്പൊ രാജഭരണം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പട്ടാള ഭരണമുള്ള രാജ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. However, methods of election in these countries differ from one another. അതായത് പല രാജ്യങ്ങളിലും ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്, ജനാധിപത്യമുണ്ട്. ഇന്ത്യയെ പോലെ തന്നെ ജനാധിപത്യം പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇലക്ഷൻ എന്തല്ല, ഒരേപോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദി മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ ഇൻ ദീസ് കൺട്രീസ് ഡിഫർ ഫ്രം വൺ അനദർ. ഓരോ രാജ്യങ്ങളും, സംഗതി ജനാധിപത്യമാണെങ്കിലും ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷൻ പല രൂപത്തിലാണ് നടക്കാറുള്ളത്. ഓക്കെ, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയേ അല്ല, ആ ഒരു രീതിയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പല രീതി, അതേപോലെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ തന്നെ പല രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പുകളായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു സം കൺട്രീസ് ഫോളോ ഡയറക്റ്റ് ഇലക്ഷൻ. Some countries follow direct election, while in some others it is indirect election. അപ്പോൾ ഇലക്ഷൻ തന്നെ പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇലക്ഷൻ, അതായത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷൻ, പരോക്ഷ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇലക്ഷൻ പ്രധാനമായിട്ടുണ്ട്. ഒബ്സർവ് ദി മെത്തേഡ് ഓഫ് ഇലക്ഷൻ അഡോപ്റ്റഡ് ടു വേരിയസ് റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ ഇൻ ദി ചാർട്ട് ഗിവൻ ബിലോ. അപ്പൊ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക്, പ്രാതിനിധ്യ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഇന്ത്യയിൽ ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നത് എവിടേക്കൊക്കെയാണ്, അതേപോലെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നത് എവിടേക്കൊക്കെയാണ്. ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന സ്ഥാപനങ്ങൾ ലോക്സഭ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇതൊക്കെ ഡയറക്റ്റ് ഇലക്ഷനാണ്. ലോക്സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇലക്ഷൻ. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എല്ലാവർക്കും ഏത് ഇലക്ഷനാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ഷൻ, രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ആ ഒരു ഇലക്ഷൻ, അതെന്തിന് ഉദാഹരണം, അത് ലോക്സഭ ഇലക്ഷൻ, അത് ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യാണ്. അവിടെ ജനങ്ങൾ നേരിട്ട് പോയിട്ട് വോട്ട് ചെയ്യാണ്. ആ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങൾ നേരിട്ട് പോകുന്നു, അവരുടെ വോട്ടവകാശം അവിടെ വിനിയോഗിക്കുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതായത് സംസ്ഥാന നിയമസഭകളിലേക്ക്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ MLA-മാരെ തെരഞ്ഞെടുക്കുന്നത്, MLA-മാര് പോയിരിക്കുന്ന സ്ഥലമാണ് ഇത്, അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. MLA എന്ന് പറയുമ്പോൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് രേഖപ്പെടുത്താണ്. പിന്നെ മൂന്നാമത്തേത് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കുള്ള ഇലക്ഷനാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് അല്ലെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്
പിന്നെ എന്തിന് ഉദാഹരണമാണ്? അതും ഡയറക്റ്റ് ഇലക്ഷന് ഉദാഹരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അതായത് ജനങ്ങൾ നേരിട്ട് അവിടെ വോട്ട് രേഖപ്പെടുത്താണ്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ? ഉദാഹരണം ആദ്യം നോക്കാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല. അത് വേറെ കുറച്ച് ആൾക്കാർക്ക് ആ വോട്ടവകാശം ചുരുക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മാത്രമേ ആ വോട്ടവകാശം ഉള്ളൂ. അത് ആർക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രസിഡന്റ് ഇലക്ഷൻ, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. അതേപോലെ രാജ്യസഭയിലേക്ക്, ഓക്കെ, പാർലമെന്റിന്റെ 2 ഹൗസസ് ആണ് ലോക്സഭയും രാജ്യസഭയും. ലോക്സഭയിലേക്ക് ഡയറക്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ രാജ്യസഭയിലേക്ക് എങ്ങനെയാ? ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അപ്പൊ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രാജ്യസഭ, ഇത് മൂന്നും ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൗ ഡു വി elect our representatives to the Lok Sabha, state legislative assembly and local self-government institutions? ഈ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, അവിടേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്? ആൻസർ ഇവിടെ പറയുന്നു, പീപ്പിൾ ഡയറക്ട്ലി elect their representatives. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. ഈ പറയുന്ന 3 സ്ഥാപനങ്ങളിലേക്കും ജനങ്ങൾ നേരിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ്. കൂടുതൽ ആളുകൾ ഏത് വ്യക്തിയെ തെരഞ്ഞെടുത്തോ, അതായത് കൂടുതൽ വോട്ട് ഏത് വ്യക്തിക്ക് കിട്ടിയോ അയാൾ വിജയിക്കുന്നു. ഓക്കെ, അപ്പൊ ജനങ്ങൾ നേരിട്ട്, പീപ്പിൾ ഡയറക്ട്ലി elect their representatives and this method is called direct election. അപ്പൊ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ഈ രീതിയാണെന്ത്? ഡയറക്റ്റ് ഇലക്ഷൻ. എളുപ്പമാണ്. ബട്ട് do the people directly participate in the election of president, vice president and members of Rajya Sabha? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലും അതേപോലെ രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിലും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? നോ, ചെയ്യുന്നില്ല. പിന്നെ ആരാ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, the elected representatives of people elect them. അതായത് നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആരൊക്കെ? നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ്, അതായത് നമ്മുടെ MLA മാര്, അതേപോലെ ലോക്സഭയിലുള്ള മെമ്പേഴ്സ്, അതായത് MP മാര്, അല്ലെ? ലോക്സഭ MP മാരും അതേപോലെ സ്റ്റേറ്റ് അസംബ്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള നമ്മുടെ MLA മാരും ഒക്കെ ഉണ്ടല്ലോ. അവരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത്. അവർക്കാണ് വോട്ടവകാശം ഉള്ളത്. ഓക്കെ, ദി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടല്ലോ, ജനങ്ങളുടെ പ്രതിനിധികളാണ്, നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ പ്രതിനിധികളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജ്യസഭാ മെമ്പേഴ്സിനെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ജനങ്ങൾ നേരിട്ടല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത അവരുടെ പ്രതിനിധികളാണ് ഈ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. Okay, the elected representatives of people elect them. The method of election in which representatives are chosen by the elected representatives of people is indirect election. അപ്പോ എന്താണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ? ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള പ്രതിനിധികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ, രാജ്യസഭാ മെമ്പേഴ്സിനെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഓക്കെ, അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒന്നുകൂടി ചുരുക്കി മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ റെപ്രസെന്റേറ്റീവ്സ് ആർ ചോസൺ ബൈ ദി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ ഈസ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഓക്കെ, അതായത് ആരാണ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്? മീൻസ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജ്യസഭാ മെമ്പേഴ്സിനെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തെരഞ്ഞെടുത്ത അവരുടെ പ്രതിനിധികളാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പോ 1-2 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബോക്സ് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് ഇപ്പൊ സ്കൂളിൽ നടക്കുന്ന ഇലക്ഷൻ ആണെങ്കിൽ ഓരോ ക്ലാസ്സിലെയും പ്രതിനിധി, അതായത് ക്ലാസ് ലീഡർ ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതായത് ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അതിൽ വോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ക്ലാസ് ലീഡറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നു. അപ്പൊ അത് ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. എന്നാൽ സ്കൂൾ ചെയർമാൻ, അപ്പൊ സ്കൂൾ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാ? എല്ലാ ക്ലാസ്സിലുമുള്ള എല്ലാ കുട്ടികളുമല്ല,
ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ തെരഞ്ഞെടുത്ത ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, ക്ലാസ് ലീഡർ ഉണ്ടാവും. ആ ക്ലാസ് ലീഡേഴ്സ് ആണ്, ഓരോ ക്ലാസ്സിന്റെയും ക്ലാസ് ലീഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സ്കൂൾ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതെന്തായി, ഇൻഡയറക്റ്റ് ആയി. സ്കൂളിലുള്ള മുഴുവൻ കുട്ടികൾക്കും വോട്ടവകാശം ഉണ്ടോ? ഇല്ല. പകരം സ്കൂളിലുള്ള ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ തെരഞ്ഞെടുത്ത ക്ലാസ് ലീഡർ ഉണ്ടാവും, ആ കുട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ആ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്, ആ സ്കൂളിന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് എലക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം കുറച്ചും കൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷന് മറ്റൊരു ഉദാഹരണമാണ് പഞ്ചായത്ത് മെമ്പർ. ഇൻഡയറക്റ്റ് ഇലക്ഷനോ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ. അതേപോലെ കോർപ്പറേഷൻ കൗൺസിലർ, കോർപ്പറേഷൻ മേയർ. ഡയറക്റ്റ് ഇലക്ഷനിൽ കോർപ്പറേഷൻ കൗൺസിലർ, ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ കോർപ്പറേഷൻ മേയർ. ഓക്കെ. അതേപോലെ മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ മേയർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സ് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി വലുതാക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ: ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഡയറക്റ്റ് ഇലക്ഷനിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കി, ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കി. ഓക്കെ. അതേപോലെ ഉദാഹരണങ്ങളും നമ്മൾ കണ്ടെത്തി. ഇനി പറയുന്ന ഈ കാര്യങ്ങൾ, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, അതേപോലെ തന്നെ നമുക്കിവിടെ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. എന്താണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നോക്കാം നമുക്ക്. മലയാളമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. You have familiarized direct and indirect methods of election, and we have adopted simple majority. We have adopted simple majority system for election to Lok Sabha, state legislative assemblies, and local self-government institutions. ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന സ്ഥാപനങ്ങളാണ് ഈ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ: ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവിടേക്കൊക്കെ നമ്മൾ ഇലക്ഷനിൽ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത്, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. ഇവിടേക്കൊക്കെ നടക്കുന്ന ഇലക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ആണ്. അപ്പൊ എന്താണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം? വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഇലക്ഷൻസ് ആർ ഹെൽഡ് ഇൻ ദി ഫോളോവിംഗ് മാനർ. അപ്പൊ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്താന്നുള്ളതിന് ഏറ്റവും ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത കാര്യം ഓർക്കുക. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ഫോർ ഇലക്ഷൻ ടു ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മളിതാ ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന ഈ മൂന്ന് സ്ഥാപനങ്ങൾ, ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കും, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. അതിന്റെ പ്രത്യേകതകൾ താഴെ പറയുന്നു. ഒന്നാമത്തെ പ്രത്യേകത, the country is divided into various electoral districts known as constituencies. നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യാണ്, ഓരോ നിയോജക മണ്ഡലങ്ങളായി തിരിക്കും. ഇലക്ഷന് മുന്നോടിയായിട്ട് ഏറ്റവും ആദ്യം the country is divided into various electoral districts known as constituencies. Constituencies എന്ന് പറയുമ്പോൾ നിയോജക മണ്ഡലങ്ങളാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ പല പല നിയോജക മണ്ഡലങ്ങളാക്കി തിരിക്കുന്നു. അങ്ങനെയുള്ള ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കപ്പെടുക. അപ്പൊ രാജ്യത്തെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നിയോജക മണ്ഡലങ്ങളാക്കി തിരിക്കുന്നു. ആൻഡ് വൺ റെപ്രസെന്റേറ്റീവ് ഈസ് ഇലക്ടഡ് ഫ്രം വൺ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ആണ് വിജയിക്കുക, അല്ലെ, ഒരു പ്രതിനിധിയെയാണ് എന്ത് ചെയ്യുക, തെരഞ്ഞെടുക്കുന്നത്. അതായത് എത്ര പേർക്കും മത്സരിക്കാം, നമുക്കറിയാലോ, നമ്മൾ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ നമ്മൾ ആലോചിക്കാം, ഒരുപാട് പേർക്ക് മത്സരിക്കാം, പക്ഷെ ഒരാളെ വിജയിക്കുള്ളൂ. എനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ക്യാൻ കണ്ടസ്റ്റ്, നമ്മൾ പറഞ്ഞ കാര്യം. അതായത് എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, എത്ര പേർക്ക് വേണമെങ്കിലും ഇലക്ഷനിൽ മത്സരിക്കാവുന്നതാണ്. പക്ഷേ the candidate who gets the highest number of votes is elected. അതായത് മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് എന്താ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. ഒരാൾക്ക് 50 വോട്ട് കിട്ടുന്നു, മറ്റേയാൾക്ക് 51 വോട്ട് കിട്ടുന്നു. എന്ത് സംഭവിക്കുന്നു, 51 വോട്ട് കിട്ടിയ ആൾ വിജയിക്കുന്നു. അപ്പൊ സിമ്പിൾ മെജോറിറ്റിയാണ്. തൊട്ട് പിന്നിലുള്ള ആളെക്കാളും
ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന സിസ്റ്റമാണ് എന്ത്? സിമ്പിൾ മജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. സോ സിമ്പിൾ മജോറിറ്റി സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു മാനേജ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് സിമ്പിൾ ആണ്, അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ അല്ലെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അവിടെ ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, ആർക്കാണോ കൂടുതൽ വോട്ട് അദ്ദേഹം വിജയിക്കുന്നു. സോ മെജോറിറ്റി ഓഫ് ദി democratic nations in the world have adopted simple majority system. ലോകത്തുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡും ഏത് തന്നെയാണ്? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു രീതി തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ ഇലക്ഷനിലേക്കാണ്? ഡയറക്റ്റ് ഇലക്ഷൻസ് നടക്കുന്ന ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ലോക്സഭ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകതകളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി മറ്റൊരു മെത്തേഡാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയാം, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഏതായിരിക്കും? നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യം എന്താ? ഇത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകത മുകളിൽ നമ്മൾ പറഞ്ഞു, അത് ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന ഈ സ്ഥാപനങ്ങളിലേക്കാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഏതായിരിക്കും? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന ഈ പറയുന്ന ഇലക്ഷനിലേക്കാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രാജ്യസഭ തുടങ്ങിയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട പോയിന്റ് അതാണ് കേട്ടോ. ഇത് ഏത് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മോള് പറഞ്ഞു സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുമാണ് എന്ന് പറഞ്ഞതുപോലെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇലക്ഷനിലാണ്? ഫോർ ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഈ ഇലക്ഷനൊക്കെ വേണ്ടി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, രാജ്യസഭാ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ഓക്കെ, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉപയോഗിക്കുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻ ഇന്ത്യ MLAs of state legislative assemblies from each state elect members of രാജ്യസഭ. ശ്രദ്ധിക്കാം, ഇന്ത്യയിലെ കാര്യം പറയാണ്. രാജ്യസഭാ മെമ്പേഴ്സിന് നമ്മൾ പറഞ്ഞു പാർലമെന്റിന് രണ്ട് ഹൗസസ് ഉണ്ട്, ലോക്സഭ അതേപോലെ രാജ്യസഭ. ലോക്സഭ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ഇലക്ഷൻ ആണ് പറഞ്ഞു, ആ കാര്യങ്ങൾ പോട്ടെ, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞു. ഇനി രാജ്യസഭയാണ്. രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ആരാ? ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തിട്ടാണോ? അല്ല. പിന്നെയോ? ഇൻ ഇന്ത്യയിൽ MLAs of state legislative assemblies from each state elect members of രാജ്യസഭ. ആരാ തെരഞ്ഞെടുക്കുന്നത്? സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ആ സംസ്ഥാനങ്ങളിലുള്ള MLA-മാരാണ്. ഓക്കെ, MLA-മാരാണ് രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഇൻ പ്രപ്പോർഷൻ ടു ദെയർ സ്ട്രെങ്ത് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അറ്റ് ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടി ക്യാൻ എലക്ട് റെപ്രസെന്റേറ്റീവ്സ് ടു രാജ്യസഭ. അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. അതും എങ്ങനെ? ഇപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ MLA-മാർ, മീൻസ് ഓരോന്നല്ല, ഓരോ എണ്ണത്തിലുള്ള MLA-മാരായിരിക്കും ഉണ്ടാവുക. ചില പാർട്ടികൾക്ക് കൂടുതൽ MLA-മാരുണ്ടാവും, ചില പാർട്ടികൾക്ക് കുറച്ച് MLA-മാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ MLA-മാരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? രാജ്യസഭാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്, ഇപ്പോൾ ഒരു നിയമസഭയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് X എന്ന് പറയുന്ന പാർട്ടിക്കാണ് എങ്കിൽ ആ പാർട്ടിക്ക് എന്ത് ചെയ്യാം? കൂടുതൽ രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാം. ആ പാർട്ടിയേക്കാളും കുറഞ്ഞ് Y എന്ന പാർട്ടിക്ക് വളരെ MLA-മാര് വളരെ കുറവാണെങ്കിൽ അവരുടെ ആ ഒരു എണ്ണം എത്രയാണോ, MLA-മാരുടെ എണ്ണം എത്രയാണോ അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യാം? അവർക്ക് രാജ്യസഭാ മെമ്പറിനെ തെരഞ്ഞെടുക്കാം. അപ്പോൾ
ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് അഥവാ MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. അതും എങ്ങനെ, അവരുടെ സ്ട്രെങ്ത്തിന്റെ ബേസിൽ. ഓക്കെ, ആ ഒരു പോയിന്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം. In proportion to their strength, in proportion to their strength in the state legislative assemblies, at each political party can elect representatives to Rajya Sabha. ഓക്കെ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലം എത്രയാണോ അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രാജ്യസഭാ ഇലക്ഷൻ, പ്രസിഡന്റിന്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രസിഡന്റ് ഇലക്ഷനും അതേപോലെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനും ഒക്കെ ഒരു ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്ന സംഭവം നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കാൻ ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും MLA-മാര് അതേപോലെ MP-മാര് ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ടാവും. അവരാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുക. അവിടെയും ആർക്ക് അവകാശമില്ല, ജനങ്ങൾക്ക് നേരിട്ട് വോട്ടവകാശമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതായതുകൊണ്ടാണ് ഇവിടെ ഇതോടനുബന്ധമായിട്ട് കൂടുതൽ ഇവിടെ പറയാത്തത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങളും അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാനുണ്ട്. ഇലക്ഷൻ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.